ചുറ്റും ആകാശവും കായലും മാത്രമാവുന്നത് വരെയുള്ള ഒരു യാത്ര. ഓഹോ, ബോട്ടിംഗ് ഇഷ്ടമാണ്. എന്താ മീരയ്ക്ക് ബോട്ടിംഗ് നടത്തണമെന്നുണ്ടോ? പറ. വേണമെങ്കിൽ നമുക്ക് പോവാം. പോകണം. അടുത്ത ആഴ്ച തന്നെ പോയേക്കാം. എന്താ? അതുവരെ കാത്തു നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാം. അതിനു മുൻപ് എനിക്ക് ചിലത് അറിയാനുണ്ട്. എന്നെ കുറിച്ച് എന്താ ഇനി നിനക്ക് അറിയാനുള്ളത്? പലതും. വിവാഹിതരായി ജീവിക്കാൻ പോകുന്നവർ ആദ്യ രാത്രിയിൽ അവരുടെ ഫ്ലാഷ് ബാക്ക് പറയാറുണ്ട്. അതെങ്ങനെ വിഷ്ണുവേട്ടനറിയാം? വിഷ്ണുവേട്ടൻ ഇതിനു മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? മരണത്തെക്കുറിച്ച് അറിയാൻ മരിച്ചു നോക്കണമെന്നില്ലല്ലോ. എങ്കിൽ പറ, ആ ഫ്ലാഷ് ബാക്കിൽ ഞാൻ കേൾക്കാത്ത എന്തേലും കഥ ബാക്കിയുണ്ടോന്ന് അറിയണമല്ലോ. നീ കേൾക്കാത്ത കഥയല്ല, നീ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കഥ. അത് നിന്നോടെങ്ങനെ പറയും എന്നുള്ള ധർമ്മസങ്കടത്തിലാ ഞാൻ. അഡ്വക്കേറ്റ് വിഷ്ണുവർദ്ധന് സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഒരു മുഖവുര? മുഖവരില്ലാതെ പറയാം. പക്ഷേ അത് കേൾക്കുമ്പോ ചിലപ്പോ നീ എന്നെ പുച്ഛിച്ച് തള്ളും, അല്ലെങ്കിൽ പൂർണ്ണമായും എന്നെ വെറുക്കും. എന്താ പറയട്ടെ? നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടില്ലേ, ആരെയാണ് വിഷ്ണുവേട്ടൻ പേടിക്കുന്നതെന്ന്? ആരാണ് നമുക്കെതിരെ നീങ്ങുന്ന ഇത്രയും വലിയ ശത്രു എന്നൊക്കെ? ആരാണത്? ഒരു ആക്സിഡന്റ് കേസിന്റെ വിചാരണയുമായാണ് ഞാൻ അവൾ ആദ്യം പരിചയപ്പെടുന്നത്. പഠിച്ചത് വിദേശത്തും സ്വദേശത്തെ ബോർഡിങ്ങിലുമെല്ലാം ആയതുകൊണ്ട് പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമെല്ലാം ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഉണ്ടായിരുന്നു അവൾക്ക്. മദ്യപിക്കുന്ന പെൺകുട്ടികൾ വിദേശത്തൊരു വിഷയമാവില്ല. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മദ്യപിക്കുക മാത്രമല്ല, ട്രാഫിക് നിയമം ലംഘിച്ച് കാർ ഓടിക്കുക. പാവം, അവളുടെ തോന്നിവാസത്തിന് ഇരയായത് വൃദ്ധയായ ഒരു സ്ത്രീ. എന്റെ അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ വാദിക്കാൻ പോയതെങ്കിലും പിന്നീട് പ്രതിയായ പെൺകുട്ടിയുടെ അമ്മാച്ചൻ കാരണമെന്ന് പറയാം വാദിയെ പ്രതിയാക്കേണ്ടി വന്നു. ഏത് പെൺകുട്ടി ഏത് പ്രതിന്നൊന്നും പറയാതെ? അത് പറഞ്ഞ മീര വിശ്വസിക്കൂ? പറയ. മീരയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മദ്യപിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞാൽ മീരയ്ക്ക് അത് സമ്മതിച്ചു തരാൻ കഴിയും. വിഷ്ണുവേട്ടൻ ആളിനെ പറ. ഞാൻ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാവുമെന്ന് എനിക്കിപ്പോ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? എന്നിട്ട് ഓറഞ്ചിനെ കേസിൽ നിന്ന് രക്ഷിച്ചോ? വാദിച്ചു. ഹൈക്കോർട്ടിൽ ഓറഞ്ചിന് അനുകൂലമായി വാദിച്ച് അവളെ ഞാൻ ആ വലിയ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവൾ വിചാരണയും വിധിയും കഴിഞ്ഞിട്ടും അവൾക്ക് എന്നെ വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. തന്നെ കേസിൽ നിന്ന് രക്ഷിച്ച അഡ്വക്കേറ്റിനോട് അവൾക്കുള്ള ആരാധനയാകുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അവൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന്. പ്രേമം, ഒരുതരം പ്രീ ഡിഗ്രി +2 പ്രേമം. വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചത്തുകളയും, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും തുടങ്ങി മെഗാ സീരിയൽ ഡയലോഗുകൾ. കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അവളുടെ വാശി കാരണം ഒരു പെൺകുട്ടിക്ക് ജീവൻ ഒടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട്.
എന്നെ വിവാഹം കഴിച്ച് അടങ്ങൂ എന്നുള്ള വാശി അവള് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു വിവാഹ ജീവിതം അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവളുടെയും ഫാമിലിയുടെയും നിർബന്ധം മുറുകിയപ്പോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു കാരണവശാലും ഓറഞ്ചിനെ വിവാഹം കഴിക്കില്ല. അത് തീർത്തു പറഞ്ഞു. അതോടെ അവൾക്ക് എന്നോട് വാശിയല്ല പ്രതികാരം. മദ്യപിച്ച് കോടതിയിൽ വന്ന് വഴക്കുണ്ടാക്കുക, വഴിയിൽ കാറ് തടഞ്ഞു നിർത്തുക തുടങ്ങിയ ചീപ്പ് പ്രകടനങ്ങൾ. ഒരു പെൺകുട്ടിയല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാനതൊന്നും കാര്യാക്കിയില്ല. ഒടുക്കം അവള് ചെയ്തതെന്താണെന്നറിയോ? എന്താ? ഞാൻ അവളെ വിവാഹം ചെയ്തതായി ഒരു വ്യാജരേഖ ഉണ്ടാക്കി. എന്നിട്ട് ഒരു ബോട്ട് യാത്രയ്ക്ക് കൊണ്ടുപോയി ഞാൻ അവളെ കായലിൽ മുക്കി കൊന്നുവെന്നു. മരിച്ചെന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കിയ ഓറഞ്ച് ഇപ്പോഴും ജീവനോടെയുണ്ട്. അവളെ മാത്രമല്ല, അവളുടെ ഫ്രണ്ടായ പാർവതിയെയും വിഷ്ണുവർദ്ധൻ വിവാഹം കഴിച്ച് കായലിൽ കെട്ടിത്താഴ്ത്തിയതായി അവൾ രേഖയുണ്ടാക്കിയിട്ടുണ്ട്. മാനസികമായി എന്നെ തളർത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് വിഷ്ണുവർദ്ധൻ വർമ്മസാറിന്റെ മകളെ കെട്ടാൻ പോകുന്നു എന്ന വാർത്ത അവളെ കൂടുതൽ ശത്രുതയിലേക്ക് നയിച്ചു. പിന്നീട് അവളുടെ ലക്ഷ്യം നമ്മുടെ വിവാഹം മുടക്കുക എന്നത് മാത്രമായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു മീര, നീ ഓറഞ്ചിന്റെ കൂട്ടുകാരിയാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അതറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അവളുടെ വാശി ജയിക്കാൻ വേണ്ടി ഓറഞ്ച് എന്ത് തറവേലയും ചെയ്യും. പലതും ചെയ്തു. ഒരിക്കൽ നിന്റെ വീട്ടിൽ കയറി വന്ന് അബ്ബാസിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് ഓടിപ്പോയത് ഓർമ്മയില്ലേ? അതെല്ലാം ചെയ്തത് അവളായിരുന്നു. ആരാണ് വിഷ്ണുവേട്ടന്റെ ശത്രു എന്ന് നീയും വർമ്മസാറും പലപ്പോഴും എന്നോട് ചോദിച്ചു. ഞാൻ എങ്ങനെ പറയും മീര, അത് നീ ജീവന തുല്യം സ്നേഹിക്കുന്ന ഓറഞ്ച് ആണെന്ന്?